വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടോ? ഉണ്ടെങ്കിൽ എളുപ്പം കപ്പലണ്ടി വറക്കാമേ. മഴയൊക്കെ വരുമ്പോൾ സമയത്തെ കപ്പലണ്ടി കുറച്ചുകൊണ്ടിരിക്കാൻ നല്ലല്ലേ. ചില നാട്ടിൽ ഇത് കപ്പലണ്ടി എന്നും ചിലർ കടലെന്നും പറയുമ്പോൾ ഞങ്ങൾ കപ്പലണ്ടി എന്ന് പറയാം. ഒരു കപ്പുണ്ടേ, ഒരു കപ്പ് കപ്പലണ്ടി. കറിവേപ്പില ഉണ്ടേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് വെളുത്തുള്ളി വേണേൽ അരിയാലും ഞാൻ ചതയ്ക്കാൻ പോവാണേ. പിച്ചാത്തിയുടെ അറ്റം വെച്ചിട്ടേ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി. ഇതൊരു 4-5 എണ്ണം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1.5 ടീസ്പൂൺ ആയാലും മതി. മുളക് പൊടി, ഇത് ഞാൻ കായൻ പേപ്പർ എടുത്തേക്കുന്നത്, ഭയങ്കര എരിയാണേ. അപ്പോൾ എരിയില്ലാത്ത വേണമെങ്കിൽ അതെടുത്താൽ മതി. ഇതൊരു 1 ടീസ്പൂൺ ഇടുക. നിങ്ങൾക്ക് വേണേൽ കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തു. ഒരു 2 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു എയർ ഫ്രയർ. അതിലേക്ക് ചുമ്മാ ഇട്ടാൽ മതി. എന്നിട്ട് ഇത് 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 320 ഡിഗ്രി ഫാരൻഹൈറ്റിൽ കൊണ്ടുപോയി വെച്ച് 4 മിനിറ്റ് വെക്കണം. വെച്ചിട്ടൊന്ന് എടുത്തിങ്ങനെ ഒന്ന് ഇളക്കണം. ഇളക്കിയിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് വയ്ക്കണം. കരിഞ്ഞു പോകാതെ നോക്കാൻ വേണേ. ചെയ്തേച്ച് വരാം. കണ്ടോ, ഇത് തണുക്കണം. അറിയാമല്ലോ, തണുത്ത് കഴിയുമ്പോഴേ ഇത് ടേസ്റ്റ് ആവത്തുള്ളൂ. തണുത്തു കപ്പലണ്ടി. കണ്ടോ, എളുപ്പമല്ലേ? 8 മിനിറ്റ്, 4 മിനിറ്റ് ആദ്യം, പിന്നെ ഒരു 4 മിനിറ്റ്. നല്ല കപ്പലണ്ടി റെഡിയായി. ചുമ്മാ ഇത് തിന്നാൻ ബെസ്റ്റാണ്. കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. നല്ല പെർഫെക്റ്റാണ്.